ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആട്ട വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇപ്പോൾ ഇത് വൈറലായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം തന്നെ നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് കുഞ്ഞ് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ പ്രസ് ചെയ്താലാണ് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ചട്നിയുടെ റെസിപ്പിയും ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് 250 ഗ്രാമിൻ്റെ കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടി മിക്സ് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം ഈ ഒരു ബാറ്റർ കുറച്ച് നന്നായിട്ട് ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. അതായത് തിക്കായിട്ടുള്ള ബാറ്റർ അല്ല വേണ്ടത്. നമ്മൾ ഈ മസാല ദോശയ്ക്കൊക്കെ അല്ലെങ്കിൽ നെയ്റോസ്റ്റിനൊക്കെ ദോശയുടെ മാവ് എടുക്കുകയില്ലേ എന്ന് പറഞ്ഞു കൊടുക്കാൻ നല്ല ലൂസായിട്ട് വേണം ഇതിനകത്ത് ഈ ഒരു മാവ് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നത് പ്രശ്നമില്ല കേട്ടോ. കാരണം വളരെ തിന്നായിട്ട് എത്രമാത്രം തിന്നായിട്ട് നമ്മൾ ഈ ഒരു ദോശ പരത്തി എടുക്കാവോ, എത്രമാത്രം ക്രിസ്പി ആയിട്ട് എടുക്കാവോ അത്രയും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എൻ്റെ ഇത്തിരി കുറുകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഓപ്ഷണലാണ് ഈ ഒരു വശം. കുറച്ച് സവാള, അതായത് ഒരു സവാള നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും കൂടി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാൻ അടുപ്പ് ചൂടായി വരുമ്പം നമ്മൾ ഈ മസാല ദോശയ്ക്കൊക്കെ പരത്തിയല്ലേ എന്ന് പറഞ്ഞ കണക്ക് തന്നെ മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പാതി വെന്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ പുരട്ടി കൊടുക്കാം. അപ്പോൾ ഞാനിത് പ്ലെയിനായിട്ട് ചുട്ടെടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് സവാള വെച്ചിട്ട്, അതായത് നമ്മൾ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ സവാള ചേർത്തും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. വളരെ തിന്നായിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇത് ചൂടോടുകൂടി കഴിക്കാനാണ് ടേസ്റ്റ്. ചൂടാറി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ അതായത് ഇതുപോലെ പച്ചമുളകും സവാളയും കൂടെ മിക്സ് ചെയ്ത് നമുക്കിതുപോലെ ഒന്ന് വെതറി കൊടുത്തതിന് ശേഷം ആദ്യം ഇതുപോലെ തന്നെ ഓയിൽ ചേർത്തിട്ട് നമുക്ക് അടിഭാഗം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്ക് മടക്കി ഇതുപോലെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓയിൽ തന്നെ ചേർക്കണമെന്നില്ല, ഗീ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതൊക്കെ കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമുക്ക് വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യാമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു തെലുങ്ക് ചാനലാണ് കണ്ടത്. ചാനലിൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അതിൻ്റെ 40 ലക്ഷം പേരോളം കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് റെസിപ്പി. ഇനി ഞാനൊരു ചട്നിയുടെ റെസിപ്പിയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ചട്നി തന്നെയാണ് കേട്ടോ. പലർക്കും അറിയാവുന്ന ചട്നി തന്നെ ആയിരിക്കും. അപ്പോൾ ഇച്ചിരി തേങ്ങ എടുത്തിട്ടുണ്ട്, 2-3 ചുമന്നുള്ളി, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചമുളക് വേണമെങ്കിൽ 2-3 എണ്ണമൊക്കെ ഇടാം, എരിവിനനുസരിച്ച്. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ എന്നുള്ളൂ. അത്യാവശ്യം എരിവുള്ള പച്ചമുളകായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത്. പിന്നെ തേങ്ങ. അപ്പോൾ ഇത്രയും നമുക്ക് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ച് എടുക്കണം. നല്ല എന്താ പറയുക, നല്ല തിക്കായിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് ഇച്ചിരി അഴഞ്ഞ രീതിയിലാണ് ചട്നി ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇഞ്ചിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഈ ചട്നിക്ക് കൂടുതലായിട്ട് മുമ്പിലോട്ട് നിൽക്കുക. അപ്പോൾ അത് അരച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നുപരിപ്പാണ്. ഉഴുന്നില്ല, നമ്മുടെ സാധാരണ ഉഴുന്ന്, ഒരു നുള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരല്പം കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. കടുകും പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വറ്റൽമുളക് 2ആയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ഒന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചട്നി വേണമെങ്കിൽ നമുക്ക് അരപ്പ് അടുപ്പ് വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഇതിങ്ങനെ കടുക് താളിച്ച് ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ നമ്മൾ കടുക് താളിച്ച് ഇത് ചേർത്തതിന് ശേഷം അത്യാവശ്യം ഒന്ന് തിളപ്പിക്കണം കേട്ടോ. സാധാരണ ചട്നി ഒരുപാട് തിളപ്പിക്കാറില്ല, പക്ഷേ ഇതിനൊരു പച്ചച്ചവ കൂടുതലുണ്ടാകും. അതുകൊണ്ട് തന്നെ പതിയൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചട്നി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ചട്നിയാണ്. എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ചേർക്കുമ്പോൾ ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇഞ്ചിയൊന്നും ഒരുപാട് ചേർക്കരുത്. ഇഞ്ചി ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഇഞ്ചിയുടെ ഒരു കയ്പയവ മുന്നിട്ട് നിൽക്കും. ഞാനിപ്പോൾ ചേർത്ത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു ചട്നിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക് യു.